സോ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ടായിരിക്കും ഞാനൊരു കന്നഡ പടത്തിന് വെളുപ്പിന് 6:30 ഷോയ്ക്കൊക്കെ പോകുന്നത്, അതും കന്നഡയിൽ. ട്രാൻസ്ലേഷൻ ഒന്നുമില്ല. നമ്മളിന്ന് കന്താര ചാപ്റ്റർ 1 റിവ്യൂ ആണ്. ഞാൻ പോയി കണ്ടിട്ട് വരാം. ഓക്കെ ബൈ. അങ്ങനെ കന്നഡ പടം കന്നഡത്തിൽ കാണാനായിട്ട് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ എത്തി. ആദ്യമായിട്ടായിരിക്കും ഇത്രയും കറക്റ്റ് സമയത്ത് എത്തുന്നത്, അല്ലെങ്കിൽ ലേറ്റ് ആയിട്ടാണ് തന്നെ. സോ ഗൈസ്, അങ്ങനെ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. കൊള്ളാം, നല്ല പടമായിരുന്നു. ഒരു അത്യാവശ്യം കണ്ടിരിക്കാം, വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഭയങ്കര ബോറിംഗ് ഒന്നും പറയാനില്ല. എനിക്ക് മറ്റേ കാന്താരയുടെ ഫസ്റ്റ് കണ്ട പോലത്തെ തന്നെ ഒരു സെയിം ഫീലിംഗ് ആണ് ഇതും. കാന്താരയുടെ ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്ര അങ്ങോട്ട് സെറ്റായില്ലായിരുന്നു. അപ്പോൾ ഈ കാന്താര ചാപ്റ്റർ 1 ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്ര അങ്ങോട്ട് സെറ്റായില്ല. അതിൽ ഒരു ക്ലൈമാക്സ് ഇൻ്റർവെല്ലിനും തൊട്ട് മുന്നേ ഉള്ള കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ഹൈ മൊമെൻറ്റ്സ് ഉണ്ട് ഫസ്റ്റ് ഹാഫിൽ. പക്ഷേ സെക്കൻഡ് ഹാഫ് മറ്റേ കാന്താര ഫസ്റ്റില്ലേ അതിലെ പോലെ തന്നെ ഇതിലും ക്ലൈമാക്സ് എന്ന് പറയുന്നത് ടോപ്പ് നോച്ചാണ്, ഒന്നും പറയാനില്ല. വെറുതെ വിഷയം സാധനം കൊള്ളാം. അങ്ങനെ എന്താ പറയുക, ഫൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യണ സീനൊന്നുമില്ല ക്ലൈമാക്സിൽ. ഭയങ്കര സിമ്പിളായിട്ട് വില്ലനെയൊക്കെ കൊന്നളയുന്ന ഇതായിരുന്നു. എന്തായാലും അത് കൊള്ളാം, നല്ല രസമുണ്ടായിരുന്നു സിനിമ. അപ്പോൾ കുറച്ച് ഡിവോഷണലും അങ്ങനെയുള്ള ഒരു ലൈനാണ് ഇതിൽ പിടിച്ചേക്കുന്നത്. പിന്നെ പെർഫോമൻസ് വൈസ് കിട്ടില്ലായിരുന്നു സിനിമ അക്കാര്യത്തിൽ. ഒരു സ്പോയിലർ അലേർട്ടാണ്. ജയറാമൻ്റെ സിനിമയിൽ ജയറാമാണ് ശരിക്കും വില്ലൻ. യെസ് ഗൈസ്. അപ്പോൾ അതും കൊള്ളായിരുന്നു. അതും നല്ലൊരു, നമ്മളങ്ങനെ ആലോചിക്കില്ല പുള്ളിയിലൊരു വില്ലൻ കഥാപാത്രമായിരിക്കും എന്ന് നമ്മളിങ്ങനെ ആലോചിക്കില്ല. പക്ഷെ അന്നേരം ലാസ്റ്റ് ആകുമ്പോഴാണ് അത് മനസ്സിലാവുക. കൊള്ളാം, എന്തായാലും നല്ല ഗുഡ് വാച്ചായിരുന്നു. അങ്ങനെ ഭയങ്കര നെഗറ്റീവ് ഒന്നും പറയാനൊന്നുമില്ല സിനിമയിൽ. നൈസ് മൂവി. ഓക്കെ ബൈ. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞിട്ട് വന്നിട്ട് അഭിപ്രായം വന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ ബൈ. ശരിക്കും ബൈ. തവണ